നമസ്കാരം, ന്യൂസ് 11:30 സ്വാഗതം. പെങ്ങാമുക്കിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം, 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ഓടിക്കൂടിയ നാട്ടുകാർ കുന്നംകുളത്തെ ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെങ്ങാമുക്ക് മുക്കൂട്ട സെന്ററിന് സമീപം രാവിലെ 9:30-യോടെയാണ് അപകടമുണ്ടായത്. ഇരുവശത്തു നിന്നും വന്നിരുന്ന ബൈക്കുകൾ നേർക്കുനേർ ഇടിക്കുകയായിരുന്നു. കടവല്ലൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റു. കരിക്കാട് സ്വദേശികളായ ഷെഫീഖ്, ഷെജീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 7:45-ഓടെ കടവല്ലൂർ പാടത്തിന് സമീപത്തായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട മാരുതി നെക്സ കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറി റോഡിൽ തലകീഴായി മറിഞ്ഞു. അപകടമുണ്ടാക്കിയ ലോറി നിർത്താതെ പോയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. കാറിൽ ഉണ്ടായിരുന്ന ഷെഫീഖിനെയും ഷെജീറിനെയും ഉടൻ തന്നെ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. നിർത്താതെ പോയ ലോറിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പത്ത് ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവം ആറാട്ടിനു ശേഷം കൊടിയിറക്കത്തോടെ സമാപിച്ചു. ആയിരങ്ങളാണ് ഭഗവാന്റെ ആറാട്ടിനും കൊടിയിറക്കത്തിനും സാക്ഷ്യം വഹിച്ചത്. ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പിലേക്ക് ചൈതന്യം ആവാഹിച്ചെഴുന്നള്ളിച്ച് കൊടിമരത്തിന് സമീപം സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ വെച്ചതിനു ശേഷം ശാന്തിയേറ്റ് കീഴ്ശാന്തി തിരുവാലൂർ അജിത് നമ്പൂതിരി ദീപാരാധന നടത്തി. തുടർന്ന് ഭഗവാൻ യാത്രാബലിക്കായി പുറപ്പെട്ടു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തങ്കത്തിടമ്പും സ്വർണ്ണക്കോലവും കൊമ്പൻ ദാമോദർദാസ് ശിരസിലേറ്റി. ശാന്തിയേറ്റ് കീഴ്ശാന്തി അജിത് നമ്പൂതിരി ദാമോദർദാസിന്റെ പുറത്ത് സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചു. സിദ്ധാർത്ഥൻ, രവികൃഷ്ണൻ, ഗോപികൃഷ്ണൻ, അക്ഷയകൃഷ്ണൻ എന്നിവർ കൂട്ടാനകളായി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് യാത്രാബലിക്ക് ഹവിസ്തൂവി മുന്നിൽ നടന്നു. പുറത്തേക്ക് എഴുന്നള്ളിയ ഭഗവാന് വാളും പരിചയുമേന്തിയ കൃഷ്ണനാട്ടം കലാകാരന്മാർ ചോറ്റാനിക്കര വിജയൻ, കുനിശ്ശേരി അനിയന്മാരാർ, പരക്കാട് തങ്കപ്പന്മാരാർ, ചെറുപ്പുളശ്ശേരി ശിവൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം, ബ്രാഹ്മണ സമൂഹത്തിന്റെ ഭജന എന്നിവ അകമ്പടിയായി. ഭക്തർ നിറപറയും നിലവിളക്കുമായി ഗുരുവായൂരപ്പനെ വരവേറ്റു. എഴുന്നള്ളിപ്പ് വടക്കേനടയിൽ എത്തിയതോടെ പഞ്ചവാദ്യം അവസാനിച്ച് മേളം ആരംഭിച്ചു. തുടർന്ന് അത്താണിക്ക് സമീപം സങ്കടനിവൃത്തി ചടങ്ങ് നടത്തിയ ശേഷം ഭഗവാൻ ഭഗവതിക്കെട്ടിലൂടെ ആറാട്ടുകടവിലെത്തി. ആറാട്ടുകടവിൽ മഞ്ഞൾപ്പൊടി, ഇളനീർ എന്നിവ കൊണ്ട് അഭിഷേകം ചെയ്തു. പുണ്യനദികളെ രുദ്രതീർത്ഥത്തിലേക്ക് ആവാഹിച്ച് തന്ത്രി, ഓദിക്കന്മാർ, കീഴ്ശാന്തിക്കാർ എന്നിവർ ഭഗവാനോടൊപ്പം സ്നാനം ചെയ്തു. തുടർന്ന് ഭക്തർ ആറാട്ടുകുളിച്ചു. ആറാട്ടിന് ശേഷം ഭഗവതിക്കെട്ടിലെ വാതിൽമാടത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവാൻ പിടിയാന ദേവിയുടെ പുറത്ത് 11 ഓട്ടപ്രദക്ഷിണം നടത്തി. തുടർന്ന് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് കൊടിയിറക്കിയതോടെ ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു. പാതിവഴിയിൽ നിലച്ചുപോയ തിപ്പിലശ്ശേരി പള്ളിക്കുളം റോഡിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. നിർമ്മാണ പുരോഗതി സ്ഥലം MLA AC മൊയ്തീൻ സന്ദർശിച്ചു. കടവല്ലൂർ, കടങ്ങോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സത്യാഗ്രഹമടക്കം നിരവധി പ്രതിഷേധ സമരങ്ങൾ നടന്നിരുന്നു. 4 വർഷം മുമ്പ് നിർമ്മാണം തുടങ്ങിയെങ്കിലും കലുങ്കുകളുടെ പണി മാത്രമാണ് നടന്നത്. റീബിൽഡ് കേരളം പദ്ധതിയിൽ 2 കോടി രൂപ ചെലവഴിച്ച് ആധുനിക നിലവാരത്തിൽ പണി തുടങ്ങിയ സമയത്ത് ജൽജീവൻ പദ്ധതി ജോലികളും ഇതിനായി പൊളിച്ച റോഡ് റീസ്റ്റോർ ചെയ്യാതിരുന്നതുമാണ് നിർമ്മാണം വൈകാൻ കാരണമായി പറയുന്നത്. BMBC നിലവാരത്തിൽ പണിയുന്ന റോഡ് എത്രയും വേഗം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ ശ്രമിക്കുമെന്ന് MLA പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൈജു, അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വിൻ, CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ എന്നിവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ചാവക്കാട് വെറ്റിനറി ആശുപത്രിക്ക് പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മഞ്ജു ഷാവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ P യതീന്ദ്രദാസ്, ലിഷ മണക്കോട്, KH സലാം, KP രഞ്ജിത് കുമാർ, മുൻ ചെയർപേഴ്സണും കൗൺസിലറുമായ ഷീജ പ്രശാന്ത്, സനൂപ് TS എന്നിവർ ആശംസകൾ നേർന്നു. സീനിയർ വെറ്റിനറി സർജൻ ഷർമിള G നന്ദി പറഞ്ഞു. ജനപ്രതിനിധികൾ, കർഷകർ, നാട്ടുകാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കുടിവെള്ളം, കൃഷി, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് കൊടുമ്പിൽ മുരളി അവതരിപ്പിച്ചു. 50,31,64,723 രൂപ വരവും 49
80,53,963 രൂപ ചെലവും 51,10,760 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ ബജറ്റ് രേഖ പ്രകാശനം നടത്തി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രാജി സോമൻ, വി വിവേക്, പ്രബിത ബാലകൃഷ്ണൻ, മെമ്പർമാരായ കെ സതീഷ് കുമാർ, ടി എ ആഷിഖ്, കെ വി ഷൈബു, കെ ഗോവിന്ദൻകുട്ടി, എൻ കെ കബീർ, ഷാജി വർഗീസ്, ഫ്രിജോ വടക്കൂട്ട്, എം ബി വിജീഷ്, നീതു പ്രകാശ്, ഷീജ ആനന്ദൻ, മീന ശലമോൻ, ആനി ടീച്ചർ, എം ആർ സജിത, റിജി ജോർജ് എന്നിവർ സംസാരിച്ചു. നെല്ല് സംഭരണത്തിലെ ആവർത്തിച്ചുള്ള വീഴ്ച സർക്കാരിന്റെ കർഷക ദ്രോഹത്തിന്റെ തെളിവാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. കൂറ്റനാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃത്താല മണ്ഡലത്തിലെ പരുതൂരും കപ്പൂരുമൊന്നും ഇപ്പോഴും നെല്ല് സംഭരണം പൂർത്തിയായിട്ടില്ല. എടുത്ത നെല്ലിന് PRS സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ വലിയ കാലതാമസം നേരിടുന്നു. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ മറച്ചുപിടിക്കാൻ മന്ത്രി MB രാജേഷ് അടക്കമുള്ളവർ കപടനാടകം ആടുകയാണ്. ഉൽപാദന ചെലവും 50% ലാഭവും ചേർത്ത് താങ്ങുവില നിശ്ചയിക്കാനുള്ള സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അടുത്ത UDF സർക്കാർ നടപ്പിലാക്കുമെന്നും ബൽറാം പറഞ്ഞു. കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റഷീദ് കോഴിക്കര അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ, തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K വിനോദ്, DCC ഭാരവാഹികളായ PV മുഹമ്മദ് അലി, P ബാലൻ, P മാധവദാസ്, PA വാഹിദ്, P ബാലകൃഷ്ണൻ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് AP ശക്തി തുടങ്ങിയവർ സംസാരിച്ചു. തെക്കേ പുന്നയൂരിൽ ഓലമേഞ്ഞ വീടിന് തീപിടിച്ചു. വടക്കത്തറയിൽ മണികണ്ഠന്റെ വീടാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. മണികണ്ഠനും ഭാര്യയും 2 കുട്ടികളുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. എന്നാൽ സംഭവ സമയം വീട്ടിൽ ആരും ഉണ്ടാകാതിരുന്നത് ആളപായം ഒഴിവാക്കി. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഗുരുവായൂരിൽ നിന്നുമെത്തിയ അഗ്നിശമന സേനാംഗങ്ങളെത്തി നിയന്ത്രണ വിധേയമാക്കി. വീട്ടുപകരണങ്ങളെല്ലാം കത്തി നശിച്ചു. 1.5 മാസം മുമ്പാണ് പുതിയ ഓല ഉപയോഗിച്ച് വീട് മേഞ്ഞത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുന്നയൂർ പഞ്ചായത്തിൽ സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്ത് കഴിഞ്ഞ ഭരണസമിതി തുടങ്ങിവെച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതി നിലവിലെ UDF ഭരണസമിതി ഉപേക്ഷിച്ചു. പകരം പകൽവീട് നിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ഇതോടെ ശക്തമായ നിയമ പോരാട്ടത്തിലൂടെ വിജയിച്ച സന്തോഷം പങ്കുവെച്ച് നാലകത്ത് ഷമീറ. പഞ്ചവടിയിലെ സ്വകാര്യ അക്വേറിയം ഉടമ പഞ്ചായത്തിന് നൽകിയ 4 സെന്റ് ഭൂമിയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി എന്ന പേരിൽ കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞ ഭരണസമിതി തുടക്കം കുറിച്ചിരുന്നു. ഇവിടെ കെട്ടിട നിർമ്മാണത്തിനായി എടുത്ത വലിയ കുഴി പുതിയ ഭരണസമിതി കഴിഞ്ഞ ദിവസം മണ്ണിട്ട് മൂടി. ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുമുള്ള സൗകര്യമാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി. എന്നാൽ ദേശീയപാതയോരത്ത് നിർമ്മിക്കുന്നതിനു പകരം പഞ്ചവടിയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ ബീച്ച് റോഡിൽ സ്വകാര്യ അക്വേറിയത്തിന് സമീപം എതിർപ്പിനെ വകവയ്ക്കാതെ നിർമ്മിക്കാനാണ് മുൻ പഞ്ചായത്ത് തീരുമാനിച്ചതും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതും. എന്നാൽ അക്വേറിയത്തിന് ഉപയോഗപ്പെടുത്താനാണ് 50 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നത് എന്ന ആക്ഷേപം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ടേക്ക് എ ബ്രേക്കിനായി 4 സെന്റ് ഭൂമി അക്വേറിയം ഉടമകൾ സൗജന്യമായി നൽകിയെന്നാണ് ഇതിനു കാരണം പറഞ്ഞത്. കൂടാതെ തന്റെ വീടിനും ശുദ്ധജല സ്രോതസ്സിനും ഭീഷണിയാണ് എന്നാരോപിച്ച് സമീപവാസിയായ യുവതിയും കോടതിയെ സമീപിച്ചു. കെട്ടിടത്തിലെ 20ഓളം ശുചിമുറികളും സെപ്റ്റിക് ടാങ്കും 2 തവണ നിർമ്മാണം ആരംഭിക്കാൻ പഞ്ചായത്ത് ശ്രമിച്ചെങ്കിലും യുവതിയുടെയും UDFന്റെയും പ്രതിഷേധത്തെ തുടർന്ന് പിന്മാറേണ്ടി വന്നു. സ്വകാര്യ സ്ഥാപനത്തിനു വേണ്ടി 1/2 കോടി രൂപ ചെലവിടാനുള്ള നീക്കം എതിർക്കപ്പെടേണ്ടതാണെന്നും ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്നും പുതിയ പഞ്ചായത്ത് ഭരണസമിതി പറയുന്നു. ഈ സ്ഥലത്ത് പകൽവീട് നിർമ്മാണത്തിന് അവസരമൊരുക്കുമെന്നും ഇതിനായി ആദ്യഘട്ടമായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ടേക്ക് എ ബ്രേക്കിന് വേറെ സ്ഥലം കണ്ടെത്തി നിർമ്മിക്കാനുള്ള തീരുമാനവും വന്നതോടെ ആശ്വാസത്തിലായത് ഷമീറയാണ്. 2 വർഷത്തെ ശക്തമായ നിയമ പോരാട്ടത്തിൽ അക്വേറിയത്തിലുണ്ടായിരുന്ന ജോലി പോയെങ്കിലും ടേക്ക് എ ബ്രേക്ക് നിർമ്മാണം തടയാൻ കഴിഞ്ഞതിൽ വിജയം കണ്ടെത്തിയ സന്തോഷവും ഷമീറ പങ്കുവച്ചു. ദൂരം വേണമെന്നുള്ളതുണ്ട്. ഡിഫറൻസ് പോലും ഇല്ലാണ്ട് ഈ കുടിവെള്ളത്തിന്റെ അടുത്ത് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പറ്റും. അപ്പൊ അത് നമ്മൾ എതിർപ്പ് ഉണ്ടാക്കി പ്രശ്നങ്ങളായി അങ്ങനെ അന്ന് മടങ്ങിപ്പോയി. താൽക്കാലിക സ്റ്റേ വെച്ചു. SH പ്രതാപ് സാറായിരുന്നു. ആള് പറഞ്ഞു ഇത് താൽക്കാലികം ഞാൻ സ്റ്റേ ചെയ്യണ്, ഇത് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് പണിയാണെങ്കിൽ പണിയാം, പക്ഷെ അതിന് ഇവര് പ്രക്ഷോഭമായിട്ട് വരുന്നത് കൊണ്ട് നടക്കില്ല പറഞ്ഞു.
അങ്ങനെ വെച്ച് പോയി. പിന്നീട് അവർ പല പ്രാവശ്യം വന്നു, നമ്മളത് തടുക്കണ്ടായി. ഇപ്പൊ അത് ഞങ്ങളെ വാർഡ് മെമ്പർ ഷാനിക്ക് ജയിച്ചതിന് ശേഷം ഇപ്പോഴത്തെ ഭരണസമിതി ഇത് ക്യാൻസൽ ചെയ്തു. കാരണം അവർക്ക് ന്യായമായിട്ട് തോന്നി. പക്ഷെ പ്രസിഡന്റിന് അതൊരു പണിയണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. അതിൽ നഷ്ടപ്പെട്ടപ്പോ ഞാനും മറവയുടെ അക്കൗണ്ടിൽ ജോലി ഉണ്ടായിരുന്നു. ആ ജോലി പിന്നെ തന്നില്ല. കാരണം അവരെ കൊടുത്തതാണല്ലോ 4 സെന്റ് സ്ഥലം. ജോലി കൊടുത്തിട്ട് 2 വർഷമായി. ഈ പ്രശ്നം ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ അവർ ജോലി വെച്ചില്ല. മന്ദലാംകുന്ന് അൽ ഹിക്മ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബദർ ഉദ്ബോധനവും ഇഫ്താർ സംഗമവും നടത്തി. മന്ദലാംകുന്ന് അൽ ഹിക്മ മസ്ജിദിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ അബ്ദുൾ മാജിദ് സലഫി പട്ടാമ്പി ഉദ്ബോധനം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് KM ഹൈദരലി, മണ്ഡലം പ്രസിഡന്റ് PM ബാദുഷ, സെക്രട്ടറി റഫീഖ് അഗ്ലാട്, ശാഖാ പ്രസിഡന്റ് ഹംസക്കുട്ടി, മസ്ജിദ് പ്രസിഡന്റ് NV അബ്ദുൾ സമദ്, സെക്രട്ടറി ഉസ്മാൻ ബദർപള്ളി, അൽ ഹിക്മ മദ്രസ അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ഇഫ്താർ സംഗമവുമുണ്ടായി. ബക്കർ അലി, ദാവൂദ്, ഷാഹിദ് ഇർഫാൻ, അൻഫർ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ വനിതാ ഗൈനക്കോളജിസ്റ്റിനെ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് SDPI ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനും തൃശൂർ DMOയ്ക്കും നിവേദനം നൽകി. SDPI ചാവക്കാട് മുനിസിപ്പൽ പ്രസിഡന്റ് ദിലീപ് അത്താണി, ട്രഷറർ നസീബ് പുന്ന എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം സമർപ്പിച്ചത്. പാവറട്ടി ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ സമാദരണവും KG വിഭാഗം കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറമണിയും നടത്തി. പ്രിൻസിപ്പാൾ KD ജോയ് അധ്യക്ഷത വഹിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ PF ജോസ് നിർവഹിച്ചു. ജോർജ് ഇമ്മട്ടി ബാലസാഹിത്യ അവാർഡ് നേടിയ അധ്യാപകൻ റാഫി നീലങ്കാവിലിനെയും സംസ്ഥാന കായിക മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ കായികാധ്യാപകൻ EJ ജോബിയെയും ആദരിച്ചു. മാനേജർ പ്രതിനിധി ഫാദർ പ്രവീൺ പോൾ ഗ്രാജുവേഷൻ സെറമണി നടത്തി. വാർഡ് മെമ്പർ ധന്യ സിബിൽ, PTA പ്രസിഡന്റ് സിജി ലിജോ, പ്രധാനാധ്യാപിക PP പ്രിൻസി, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായി. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് യൂണിറ്റി ആശുപത്രിയും മലയാള മനോരമയും സംയുക്തമായി സംഘടിപ്പിച്ച 1 മാസം നീണ്ടുനിൽക്കുന്ന വനിതാ മെഡിക്കൽ ക്യാമ്പിന് തുടക്കമായി. ഡോക്ടർ RM വർമ്മ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ PK വിജയകുമാർ IRS ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോഷി തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്തനാർബുദത്തെക്കുറിച്ച് സീനിയർ സർജൻ ഡോക്ടർ MA ഷീലയും ഗർഭാശയ ക്യാൻസറിനെക്കുറിച്ച് സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു ബാലനും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. ചടങ്ങിൽ യൂണിറ്റി ആശുപത്രിയുടെ ഡയറക്ടറും ഗൈനക്കോളജി വിഭാഗം മേധാവിയുമായ ഡോക്ടർ കമല M ഉണ്ണി, ഡോക്ടർ ഷീല, ഡോക്ടർ ബിന്ദു ബാലൻ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ ബ്രിജ കുമാരി, നഴ്സിംഗ് സൂപ്രണ്ട് സുധ, സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മേരി ആന്റോ എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മനോരമ സർക്കുലേഷൻ മാനേജർ പ്രിസൂൺ, സീനിയർ ഡെന്റൽ സർജൻ ഡോക്ടർ B സുശാന്ത്, കസ്റ്റമർ കെയർ മാനേജർ ഉഷ കുമാരി എന്നിവർ സംസാരിച്ചു. വടക്കേക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മന്ത് രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. സമഗ്ര പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത്. അഞ്ഞൂർ കത്തോലിക്ക പള്ളിയിൽ നടന്ന ക്യാമ്പ് വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ബ്ലസി പോൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാടിന്റെ ഒത്തൊരുമയും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സഹോദര സമുദായാംഗങ്ങൾക്കായി ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റ് മതസൗഹാർദ്ദ സ്നേഹ സംഗമമായി മാറി. ഡയലോഗ് സെന്റർ കേരള പ്രതിനിധി ഡോക്ടർ സക്കീർ ഹുസൈൻ ഇഫ്താർ സന്ദേശം നൽകിക്കൊണ്ട് സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ പ്രസിഡന്റ് P മുനീർ അധ്യക്ഷത വഹിച്ചു. കൃഷ്ണകുമാർ പൂങ്കാവനം, പ്രേംരാജ് ചൂണ്ടലാത്ത്, ഇളയത്തെ മനക്കൽ ദിവാകരൻ നമ്പൂതിരി, മോഹൻ പെരുമ്പിലാവ്, VC ഗീവർഗീസ് എന്നിവർ സംസാരിച്ചു. മത, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ മേഖലകളിലെ പ്രമുഖർ ഒത്തുചേർന്നു. ഏരിയ കമ്മിറ്റി സെക്രട്ടറി K അനീസ്, KM അബ്ദുൾ റഹ്മാൻ, ഷാഹിദ് പാലിയത്ത്, MH റഫീഖ് എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.